change this world, said Nelson Mandela. With this wonderful saying, I would like to welcome you all to this 46th grand celebration of St. Mary's English Medium Nursery School Annual Day event. I, your Alina, and with my co-host Anvia, are here honored to welcome to all to our annual extravaganza. How amazing will be this evening, you will soon discover as the colors of cultural feast unfolds. It is our culture to remember the God Almighty before everything we do or start. So, let us be in this function seeking the blessing and presence of God Almighty. I would like to welcome our prayer dance team. Irene P. Eldo, Ayan Maria Abel, Srishma Jilash, Angelina Georgine, Aditi Prinslal, Lima Susan Babu, Abhinanda Anish, Ivania Anna Jobin, Abhigel K. Arun, Adrisha Srikant, Tanvi Leshmi, Ami Shaiju, Dia Dilaj, Catherine Maria Abhilash, Vedanvika MP, Angela Bijumon, and Anmia Benny. വിശ്വദീപം രൂപം ആദിരൂപം ഏകദൈവം സർവമകാമപമരേ സർവമപമരേ സനിരിസ കമപ മപദ പദനി ധനി സരിസ കമപ മപദ പദ പദനി ധനി സരിസ ഗരി സനിരിസ. ദീപം ദീപം രൂപം രൂപം ഏകദൈവം സ്നേഹത്തണൽ മരം തീർക്കുവാനായി ദീപസുമങ്ങൾ വിരിയുകയായി സ്നേഹത്തണൽ മരം തീർക്കുവാനായി ദീപസുമങ്ങൾ വിരിയുകയായി ഗുരുമുഖ ദർശനമേറ്റുവാങ്ങാൻ മാനസമുയരുകയായി ഗുരുമുഖ ദർശനമേകുവാനായി മാനസമുണരുകയായി ഓം പരിപാവനം ഓം പരിപൂജിതം പരിഹാരയാഗമീ സവിധം. ഓം പരിപാവനം ഓം പരിപൂജിതം പരിഹാരയാഗമീ സവിധം. യുഗങ്ങൾ തോറും ജ്വലിച്ച നാളമേ പരിപാവനാത്മനേ യുഗങ്ങൾ തോറും ജ്വലിച്ച നാളമേ പരിപാവനാത്മനേ യുഗങ്ങൾ തോറും ജപിച്ച നാമമേ പരിത്രാണ സ്നേഹമേ യുഗങ്ങൾ തോറും ജപിച്ച നാമമേ പരിത്രാണ
സരി സനി നിദാദ പാപ മഗ സരി ഗമ പ സരി. ദുഃഖിതർക്കാശ്വാസമേകുന്ന ദൂതിനാൽ അധ്വാനിക്കുന്നോർക്ക് ആലംബവും. ദുഃഖിതർക്കാശ്വാസമേകുന്ന ദൂതിനാൽ അധ്വാനിക്കുന്നോർക്ക് ആലംബവും. പാപികളെയും സ്നേഹിക്കും നാഥൻ പാപവിമോചകൻ. പാപികളെയും സ്നേഹിക്കും നാഥൻ പാപവിമോചകൻ. വിശ്വൈക ദീപമേ അനന്ത സ്നേഹമേ പ്രണമിപ്പൂ സദാ ജഗദീശ്വര. നീ നിറവാകണേ നിന്നറിവേകണേ ജ്ഞാനസ്വരൂപനേ. നീ നിറവാകണേ നിന്നറിവേകണേ ജ്ഞാനസ്വരൂപനേ. വചനം പ്രകാശം പ്രശോഭം വചനം പ്രശോഭം പ്രണാമം. വചനം പ്രതീകം പ്രപഞ്ചം വചനം പ്രസാദം പ്രമോദം. Invite our staff representative, Mrs. Sini Jyotish, to officially welcome all the dignitaries and everyone gathered here for the annual day function. സ്നേഹ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വികാരി അച്ഛ, സ്കൂൾ മാനേജർ, ബഹുമാനപ്പെട്ട മദർ, ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ സന്തോഷ് സർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫി, PTA പ്രസിഡന്റ് ശ്രീ ജോബിൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുട്ടികളെ, ഒരു വിദ്യാലയത്തിൻ്റെ മാഹാത്മ്യവും പ്രൗഢിയുമെല്ലാം വിളിച്ചോതുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ആനുവൽ ഡേ. ഇന്ന് സെൻറ് മേരീസ് നഴ്സറി സ്കൂളിൻ്റെ ഏഞ്ചൽസിന് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ദിനമാണ്. ഈ ദിനത്തിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തെ ആനുവൽ ഡേയുടെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ്. അച്ഛൻ്റെ ഈ നിറപുഞ്ചിരി ഞങ്ങളുടെ ആഘോഷത്തെ വർണ്ണഗംഭീരമാക്കുകയാണ്. കുട്ടികളെ സ്നേഹിക്കുകയും അതിലുപരി കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹമുള്ള പിതാവാണ് ഞങ്ങളുടെ വികാരി അച്ഛൻ. അച്ഛൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ ഏഞ്ചൽസ് ഫെസ്റ്റിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന വികാരി അച്ഛനെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ
വളരെ ശ്രദ്ധാലുവാണ് ഞങ്ങളുടെ സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട മദർ. ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ സന്തോഷങ്ങൾക്കെല്ലാം മദർ ഓടിയെത്തുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. കുട്ടികൾക്ക് മദർ ടീച്ചറും മദർ സിസ്റ്ററുമായ ഞങ്ങളുടെ മദറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ ഏഞ്ചൽസ് ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് നല്ലൊരു സന്ദേശം നൽകുന്നത് അരുവിത്തറ സെൻറ് ജോർജ് ഹൈസ്കൂൾ അധ്യാപകനായ ശ്രീ സന്തോഷ് സാറാണ്. സാറിൻ്റെ മുഖം പേരുപോലെ തന്നെ അർത്ഥം നൽകുന്ന സന്തോഷം. സാർ കുട്ടികൾക്ക് നല്ലൊരു മാത്സ് അധ്യാപകനാണ്. കൂടാതെ കുട്ടികൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന വ്യക്തിത്വം. അതുപോലെ കുട്ടികൾക്ക് പ്രീമിയറിന് ക്ലാസ്സുകൾ നൽകുന്നു. നമുക്കറിയാം SSLC എക്സാം അടുത്തു വരുന്നു. അങ്ങനെ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ടാണ് സാർ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ ഈ വർഷത്തെ സൺഡേ സ്കൂൾ സ്റ്റേറ്റ് കലോത്സവത്തിന് പ്രസംഗത്തിന് സാർ 1ാം സ്ഥാനം നേടുകയുണ്ടായി. സർ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമുക്ക് നല്ലൊരു സന്ദേശത്തിനായി കാതോർക്കാം. ഏറെ സന്തോഷത്തോടെ സന്തോഷ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പുതുമ കണ്ട് ഇഴചേർന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടെയും ആവേശത്തോടെയും താങ്ങിൻ്റെയും കരുത്തിൻ്റെയും നെടും തൂണായി വർത്തിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സോഫി സിസ്റ്റർ. സിസ്റ്ററിൻ്റെ ഈ നല്ല അവസരത്തിലേക്ക് വളരെയധികം സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ PTA മെമ്പേഴ്സിൻ്റെ സഹകരണം കൂടിയേ തീരൂ. അങ്ങനെ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് PTA പ്രസിഡൻ്റായ ശ്രീ ജോബിൻ ജോസഫ്. ശ്രീ ജോബിനെ ഹാർദവുമായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഞങ്ങൾക്ക് എപ്പോഴും പിന്തുണയും നിർദ്ദേശങ്ങളും നൽകുന്ന LF ഹൈസ്കൂൾ ടീച്ചേഴ്സ്, LP സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫിനെയും ഞാൻ ഈ ആഘോഷവേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കളെയാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളിലും കഴിവുകളിലും പങ്കുചേരാൻ എത്തിയ ഓരോ മാതാപിതാക്കളെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ സഹപ്രവർത്തകരെയാണ്. ഈ ആനുവൽ ഡേയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വിദ്യാലയത്തിൻ്റെ ജീവനാഡികളായ ഓരോ വിദ്യാർത്ഥികളെയും പ്രത്യേകം ഈ ആഘോഷവേളയിലേക്ക് സ്വാഗതം ഞാൻ ചെയ്തുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മഹത് ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Miss. Our school has taken a step forward in the bygone academic year. It is the time for looking back to the past for assessing our entire performance and development. So far for the better tomorrow. It is my honor to call our dear principal, Sister Sophie SABS, to present the report of all the plans, results and achievements of the year past. സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൻ്റെ 46ാമത് വാർഷിക റിപ്പോർട്ട്. മാന്യരെ, ചരിത്രപ്രസിദ്ധമായ വടകരയുടെ പ്രകാശഗോപുരമായി വിളങ്ങി പ്രശോഭിക്കുന്ന സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ ഇന്ന് അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് പിച്ചവെച്ച് തുടങ്ങുന്ന ബാലമനസ്സുകൾക്ക് ഏറെ ആനന്ദവും ആഹ്ലാദവും പ്രദാനം ചെയ്യുന്ന ഒരു പൂന്തോട്ടമാണ് ഈ നഴ്സറി സ്കൂൾ. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനവും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സന്തോഷവും സമ്പത്തുമാണ്. കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും വിതുമ്പിയും വീർപ്പുമുട്ടിയും മിടിക്കുന്ന ഹൃദയവുമായി കടന്നു വരുന്ന ഓരോ കുഞ്ഞുമക്കൾക്കും
കുഞ്ഞുമക്കൾക്ക് മുൻപിൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു പൂക്കാലം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. കലയുടെയും കളിയാട്ടത്തിൻ്റെയും ഈ വിരുന്നശാലയിൽ നിന്നും മനസ്സും ഹൃദയവും നിറഞ്ഞ് പുറത്തിറങ്ങുന്ന പുഞ്ചുകുട്ടികളാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട്. സെന്റ് മേരീസ് നഴ്സറി സ്കൂളിൻ്റെ 45ാമത് വാർഷികവും രക്ഷാകർതൃ സമ്മേളനവും ജനുവരി 31-ാം തീയതി ബുധനാഴ്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ മഹനീയ അധ്യക്ഷതയിൽ നടന്നു. ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. കുട്ടികളുടെ വിവിധ കലാവിരുന്ന് ഏവരെയും ഏറെ സന്തോഷിപ്പിച്ചു. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ധന്യ ബൈജു മാറുകയും ശ്രീമതി ജോയ്സി ജോൺ, ശ്രീമതി ദിവ്യ ഗിരീഷ് LKGയുടെയും പ്ലേ സ്കൂളിൻ്റെയും ചാർജ് ഏറ്റെടുത്തു. 6 വർഷത്തോളം ഇവിടെ ഹെൽപ്പർ ജോലി ചെയ്തിരുന്ന ശ്രീമതി രാഗി അജി മാറുകയും പകരം ശ്രീമതി സിനി റജി ചാർജ് എടുക്കുകയും ചെയ്തു. അഡ്മിഷൻ ഈ വർഷം മാർച്ച് മാസത്തിൽ തന്നെ അഡ്മിഷൻ ആരംഭിച്ചു. 75ഓളം കുട്ടികൾ പ്ലേ സ്കൂൾ, LKG ആൻഡ് UKG ക്ലാസ്സുകളിലായി പഠിക്കുന്നു. ഓരോ ടേമിലും എക്സാം കൂടാതെ ഡിറ്റേഷൻസ്, ക്ലാസ് ടെസ്റ്റ് ഇവയിലൂടെ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായമായ റൈംസ്, സ്റ്റോറീസ്, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയും പഠിപ്പിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ വിവിധ ആക്ടിവിറ്റീസും നടത്തുന്നു. പ്രവേശനോത്സവം ഈ വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 6-ാം തീയതി സ്കൂൾ ഹാളിൽ വെച്ച് നടത്തി. പല വർണ്ണങ്ങളായ ബലൂണുകൾ നഴ്സറി സ്കൂളിൻ്റെ അലങ്കാരത്തെ മോടി പിടിപ്പിച്ചു. പ്രാർത്ഥനയോടെ ആരംഭം കുറിച്ചു. ബഹുമാനപ്പെട്ട ഹൈസ്കൂൾ അച്ഛൻ റെവറൻഡ് സിസ്റ്റർ മരിയ സെബാസ്റ്റ്യൻ പേരൻസിനും കുട്ടികൾക്കും സന്ദേശം നൽകി. ടീച്ചേഴ്സ് പേരൻസിനും കുട്ടികൾക്കും സ്വീറ്റ്സ് നൽകി പ്രവേശനോത്സവത്തെ ഒരു ഉത്സവമാക്കി തന്നെ തീർത്തു. തിരുഹൃദയ തിരുനാളിന് ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ നഴ്സറി സ്കൂൾ വെഞ്ചരിച്ചു. പ്രത്യേകം ടീച്ചേഴ്സിനും കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. സ്കൂൾ PTA ഓഗസ്റ്റ് മാസത്തിൽ സ്കൂൾ PTA നടത്തി. ബഹുമാനപ്പെട്ട ജോൺസൺ സാർ പേരൻസിന് ക്ലാസ് എടുത്തു. അതിനുശേഷം ക്ലാസ് അടിസ്ഥാനത്തിൽ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റ് ശ്രീ ജോബിൻ വട്ടക്കുന്നേൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ടേം എക്സാമിന് ശേഷവും ക്ലാസ് PTA വെച്ച് കുട്ടികളുടെ എക്സാം പേപ്പറുകൾ കാണിക്കുകയും പഠനകാലത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. പ്രെയർ ടൈം രാവിലെ ഫസ്റ്റ് ട്രിപ്പ് സ്കൂൾ ബസ്സിനൊക്കെ എത്തുന്ന കുട്ടികൾ തുടങ്ങി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് സ്കൂളിനും കുടുംബത്തിനും ശക്തിയാണ്. അസംബ്ലിയോടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിച്ച്, ഒന്നിച്ച് പഠിച്ച്, ഒന്നിച്ച് കളിച്ച് ഒരു കുടുംബം എന്ന പോലെ കുട്ടികൾ ഈ നഴ്സറി സ്കൂളിൽ പഠിച്ചു വളരുന്നു. ഡാൻസ് ക്ലാസ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഡാൻസ് ക്ലാസ്സുകൾ തുടങ്ങി. എല്ലാ കുട്ടികളും ഡാൻസ് പഠിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇതോടൊപ്പം തന്നെ എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം കരാട്ടയും പഠിപ്പിക്കുന്നു. കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ റൈംസ് ആൻഡ് സ്റ്റോറീസ് പഠിപ്പിക്കുന്നുണ്ട്. ജന്മദിനാഘോഷം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജന്മദിനം സന്തോഷത്തിൻ്റെ ദിവസമാണ്. അസംബ്ലിയുടെ സമയത്ത് പ്രാർത്ഥിക്കുകയും മംഗളങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. സ്വീറ്റ്സ് നൽകി കുട്ടികൾ അവരുടെ ബർത്ത്ഡേ ആഘോഷമാക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് കളറിംഗ് മത്സരം നടത്തി. കൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ദീപിക കളർ ഇന്ത്യയുടെ കളറിംഗ് മത്സരവും നടത്തി. എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ മത്സരത്തിൽ സ്കൂൾ വിന്നർ ദിയ ഡിലജും ആദി എൽദോയ്ക്കും പ്രോത്സാഹന സമ്മാനവും ലഭിച്ചു. ഓണാഘോഷം ദേശീയ ഉത്സവമാണല്ലോ ഓണം. വിവിധ മത്സരങ്ങൾ നടത്തി. മാവേലിയും മലയാളി മങ്കയും ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. സ്കൂൾ PTA അംഗങ്ങൾ വളരെ മനോഹരമായി പൂക്കളമിട്ടു. UKG ഗേൾസിൻ്റെ തിരുവാതിര ആഘോഷത്തെ ഉണർവുള്ളതാക്കി. ആഘോഷമായ വടംവലി പലരുടെയും മൊബൈൽ ഫോണിൽ സ്ഥാനം പിടിച്ചു. സ്കൂൾ മാനേജർ, ബഹുമാനപ്പെട്ട മദർ, PTA പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളുടെ ഓണസദ്യയിൽ പങ്കുചേർന്നു. ഓണപ്പായസം ഓണാഘോഷത്തിന് കൊഴുപ്പ് നൽകി. ശിശുദിനം ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14 കൊച്ചുകുട്ടികൾക്ക് ഏറെ സന്തോഷം പകരുന്ന ദിവസമായിരുന്നു. ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ പേരൻസിനും കുട്ടികൾക്കും ശിശുദിന സന്ദേശം നൽകി. തുടർന്ന് കുട്ടികളുടെ ഫാൻസി ഡ്രസ് മത്സരവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഫാൻസി ഡ്രസ് മത്സരത്തിന് മാർക്കിട്ട കൊച്ചച്ഛനും ശാലിനി ടീച്ചറിനും സൈന ടീച്ചറിനും ഹൃദയം നിറഞ്ഞ നന്ദി.
PTA അംഗങ്ങൾ നൽകിയ മധുര പലഹാരം ശിശുദിനത്തെ ആകെ ആഘോഷമാക്കി. ക്രിസ്മസ് ആഘോഷം ഡിസംബർ 1-ാം തീയതി സ്കൂൾ മുറ്റത്ത് നക്ഷത്രം ഉയർന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. PTA എക്സിക്യൂട്ടീവ് കൂടി ആഘോഷങ്ങൾ പ്ലാൻ ചെയ്തു. PTA അംഗങ്ങളും സ്റ്റാഫും ഒരുമിച്ച് ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തു. ഒപ്പം ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികൾക്കും ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തു. 19-ാം തീയതി കുട്ടികൾ തങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റുകൾ കൈമാറി. 20-ാം തീയതി ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തി. പ്രയർ ഡാൻസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പപ്പ മത്സരം നടത്തി. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്ഥാനം ലഭിച്ചവർക്ക് സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. കൂടാതെ ക്ലാസ് വൈസിൽ നടത്തിയ കരോൾ ഗാന മത്സരം ഏവരെയും അത്ഭുതപ്പെടുത്തി. ഫസ്റ്റ് UKGA, സെക്കൻഡ് UKGA, തേർഡ് LKGB ആൻഡ് UKGB കരസ്ഥമാക്കി. കരോൾ ഗാനം കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നല്ലൊരു സന്ദേശം നൽകിയ സിസ്റ്റർ മരിയ സെബാസ്റ്റിന് നന്ദി. തുടർന്ന് ക്രിസ്മസ് ട്രീ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ നിന്നും കിട്ടിയ രൂപ ഇവിടെ പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് നൽകി. അവസാനം ക്രിസ്മസ് കേക്ക് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തെ ആഘോഷമേളമാക്കി. ക്രിസ്മസ് കേക്ക് സ്പോൺസർ ചെയ്ത കുടുംബത്തെ നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്കൂൾ ഡേ പരിശുദ്ധ അമ്മയുടെ നാമത്താൽ സ്ഥാപിതമാണ് സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ. ഡിസംബർ 8 ഞങ്ങൾ സ്കൂൾ ഡേ ആയി ആഘോഷിച്ചു. കളറിംഗ്, ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ഫ്ലെക്സ് കോമ്പറ്റീഷൻ നടത്തി. സമ്മാനങ്ങളും സ്വീറ്റ്സും നൽകി. അന്നത്തെ ദിനം ആഘോഷമായി ജപമാല ചൊല്ലി കുട്ടികൾ പ്രാർത്ഥിച്ചു. സ്പോർട്സ് ഡേ ജനുവരി 22-ാം തീയതി ബുധനാഴ്ച സ്പോർട്സ് ഡേ നടത്തി. എല്ലാ കുട്ടികളും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി. ഓട്ടവും ചാട്ടവും പുഞ്ചിരിയും തൂങ്ങുന്ന കളിയും ചിരിയും എല്ലാം കൂടിയായപ്പോൾ സെന്റ് മേരീസ് നഴ്സറി സ്കൂളിലെ സ്പോർട്സ് ഡേ വൻ വിജയമായിരുന്നു. ഭവന സന്ദർശനം ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ PTA പ്രസിഡന്റും ടീച്ചേഴ്സും കൂടി ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചു. എല്ലാ കുട്ടികൾക്കും വളരെ സന്തോഷമേകുന്ന ദിവസങ്ങളായിരുന്നു. ടൂർ ഫെബ്രുവരി 3-ാം തീയതി ഐട്രൈവ് പാർക്ക് എറണാകുളത്താണ് ടൂർ പോയത്. 45 സ്റ്റുഡൻസ് ഒപ്പം ടീച്ചേഴ്സ്, PTA മെമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല ആനന്ദപ്രദമായിരുന്ന ഉല്ലാസയാത്ര. 8:30 പോയി 5 മണിക്ക് തിരിച്ചെത്തി. നല്ലൊരു ദിവസം തന്ന അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്കോളർഷിപ്പുകൾ സ്മാരക സ്കോളർഷിപ്പുകളായി ഏർപ്പെടുത്തിയിരിക്കുന്നവർ ശ്രീ TU ജോസഫ് തുണ്ടത്തിൽ, ശ്രീ ബേബി ജോൺ കറുകപ്പള്ളിയിൽ, ശ്രീ BK ഈപ്പൻ വാലിയിൽ, ശ്രീ PO ചാക്കോ കുഴികണ്ടത്തിൽ, ശ്രീമതി മരിയക്കുട്ടി സ്കറിയ അരഞ്ഞാണി പുത്തമ്പുര, ഫാദർ KJ തോമസ് പീച്ചിയിൽ എന്നീ സ്കോളർഷിപ്പുകൾ നൽകിയ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സ്കോളർഷിപ്പുകൾ പഠനത്തിൽ കൂടുതൽ മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് നൽകുന്നു. ഈ വർഷം പ്രത്യേകമായി പ്രവേശനോത്സവം, ജന്മദിന ആഘോഷങ്ങൾ, ഡാൻസ് ആൻഡ് കരാട്ടെ ക്ലാസുകൾ, സ്വാതന്ത്ര്യദിനം, ദീപിക കളറിംഗ് ആൻഡ് സ്കൂൾ കളറിംഗ് മത്സരങ്ങൾ, ഓണാഘോഷം, ടീച്ചേഴ്സ് ഡേ, ശിശുദിന പരിപാടികൾ, ഫാൻസി ഡ്രസ് മത്സരങ്ങൾ, സ്കൂൾ ഡേ, റൈംസ് ആൻഡ് സ്റ്റോറീസ് മത്സരങ്ങൾ, ക്രിസ്മസ് സെലിബ്രേഷൻ, സ്പോർട്സ് ഡേ, ഹൗസ് വിസിറ്റിംഗ്, ടൂർ തുടങ്ങിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തുകയുണ്ടായി എന്നത് ഈ നഴ്സറി സ്കൂളിൻ്റെ അഭിമാന നിമിഷങ്ങളാണ്. നന്ദിയുടെ ഒരു വാക്ക്. കുട്ടികളെ സ്വന്തം എന്ന പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹമുള്ള പിതാവാണ് വികാരിയച്ചൻ. നഴ്സറി സ്കൂളിന് വേണ്ടി ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും പ്രോത്സാഹനത്തിനും വികാരിയച്ചനും കൊച്ചച്ചനും ഏറെ നന്ദി പറയുന്നു. ഇന്നത്തെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്ത് നല്ലൊരു സന്ദേശം തരുന്നതിന് ഇവിടെ എത്തിയിരിക്കുന്ന സന്തോഷ് സാറിനും നന്ദി പറയുന്നു. സ്കൂളിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഓരോ ആവശ്യങ്ങളും ചെയ്തു തരുന്ന സ്കൂൾ മാനേജർ മദറിനും, ഹൈസ്കൂൾ HM സിസ്റ്റർ മരിയ ആൻഡ് സ്റ്റാഫിനും, LP സ്കൂൾ HM സിസ്റ്റർ ഷാർലറ്റ് ആൻഡ് സ്റ്റാഫിനും, കോൺവെന്റിലെ ഓരോ സിസ്റ്റേഴ്സിനും ഏറെ നന്ദി. നഴ്സറി സ്കൂളിനെ ഒരു കുടുംബം എന്ന പോലെ കണ്ട് എല്ലാവിധ സഹായങ്ങളും ഒപ്പം എല്ലാ പരിപാടികൾക്കും ഓടിയെത്തുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന PTA പ്രസിഡന്റ് ശ്രീ ജോബിൻ വട്ടക്കുന്നേൽ, PTA അംഗങ്ങൾക്കും നന്ദി.
കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച ഡാൻസ് ടീച്ചറിനും കരാട്ടെ പഠിപ്പിച്ച സാറിനും ഒരുപാട് നന്ദി. സ്കൂളിൽ എന്നോടൊപ്പം നിന്ന് ഏത് ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്ത് ഏതിനും പ്രോത്സാഹനം തരുന്ന ടീച്ചേഴ്സ് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. സ്റ്റേജ് ക്രമീകരിച്ച് ഒരുക്കി തന്നവർ, ശബ്ദവും വെളിച്ചവും നൽകി സ്റ്റേജ് മനോഹരമാക്കിയവർ, ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുന്നവർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കരങ്ങളുണ്ട്. എല്ലാവർക്കും നന്ദി. കുഞ്ഞുങ്ങളുടെ പരിപാടികൾ കണ്ട് ആസ്വദിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവിടെ എത്തിയിരിക്കുന്ന പേരൻസ്, ബന്ധുക്കൾ, അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ഓരോ പരിപാടികളും വളരെ ഭംഗിയായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവം ഈ സ്കൂൾ വർഷത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഏറെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു. നമ്മുടെ ഈ നഴ്സറി സ്കൂൾ, സെൻറ് മേരീസ് നഴ്സറി സ്കൂളിൻ്റെ മാനേജർ കാതറീൻ കുര്യത്ത്, മദർ, അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീ സന്തോഷ് കീച്ചേരിയിലെ PTA പ്രസിഡന്റ് ശ്രീ ജോബി ജോസഫ്, ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ സോബി SBS, അതുപോലെ തന്നെ ഈ സ്കൂളിലെ അധ്യാപകരെ, അധ്യാപികമാരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു സുദിനമാണ് ഇന്ന്. ഈ ഒരു വർഷത്തെ പരിപാടികളുടെ ഒരു വിലയിരുത്തൽ, സ്കൂളിൻ്റെ നടത്തിപ്പിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും എല്ലാം ഒരു പ്രേരക ശക്തിയായിട്ട് നമ്മുടെ നഴ്സറി സ്കൂൾ മാറുന്നുണ്ട്. അതിൻ്റെ ആ പരിപാടികൾ കുട്ടികൾ എന്തെല്ലാം കാണിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നതിൻ്റെ ഒരു അവതരണം കൂടിയാണ് ഈ ആനിവേഴ്സറി ആഘോഷം. കളികളിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതി, കഥകളിലൂടെ, കളികളിലൂടെ ഇങ്ങനെയെല്ലാം പഠിപ്പിക്കുന്ന രീതി പഞ്ചതന്ത്രം കഥകളിൽ ഉണ്ടായിരുന്നു, ഭാരതത്തിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മോണ്ടിസോറി സ്കൂളിൻ്റെ, നഴ്സറി സ്കൂളിൻ്റെ പ്രവർത്തനം ആ ഒരു മേഖലയിൽ കൂടെ വന്നു. കുട്ടികളെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാതെ കഥകളിലൂടെയും അതുപോലെ കളികളിലൂടെയും കലാപരിപാടികളിലൂടെയൊക്കെ പഠിപ്പിച്ച് അവരെ പ്രവൃത്തരാക്കി തുടർന്ന് അവർ രാജ്യത്തിൻ്റെ അടിത്തറ പാകുന്നവരായിട്ട് മാറണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരിപാടികളൊക്കെ നടത്തുമ്പോൾ കുട്ടികളോടൊപ്പം മാതാപിതാക്കൾക്ക്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കെല്ലാം ഇതൊരു നല്ല മാതൃകയാണ്. കുട്ടികൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും പെരുമാറുകയും ഭക്ഷണം കഴിക്കുകയും നന്നായിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് ക്ലാസ്സിൽ തന്നെയായിട്ട് ഒതുക്കാതെ കലാപരിപാടികളിലൂടെ, സ്പോർട്സിലൂടെ, അതുപോലെ മറ്റ് അവർക്ക് ഇണങ്ങുന്ന പ്രോഗ്രാമുകളിലൂടെ അവരുടെ വ്യക്തിത്വത്തെ ആകർഷിച്ചുകൊണ്ട് ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായി അവരെ മാറ്റുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ സെൻറ് മേരീസ് നഴ്സറി സ്കൂള് നല്ല ഒരു പ്രചോദനമാണ്. അത് നാടിനും സമുദായത്തിനും സമൂഹത്തിനും എല്ലാം ഒരു ചാലകശക്തിയായിട്ട് നമ്മുടെ നഴ്സറി സ്കൂള് നിലകൊള്ളുന്നു. അങ്ങനെ കുട്ടികളുടെ ഈ ചുരുക്കി പറഞ്ഞാൽ അക്ഷര പഠനത്തിൻ്റെ എല്ലാം ആരംഭം കുറിക്കുന്നു. അതോടൊപ്പം സമൂഹത്തിൽ പെരുമാറേണ്ട കാര്യങ്ങൾ, ആചാരമര്യാദകൾ, മറ്റ് അനുഷ്ഠാനങ്ങൾ
ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും അവസരമുണ്ടാകുന്നു. അങ്ങനെ കുട്ടികൾക്ക് നല്ലൊരു അടിത്തറ പാകുന്നു. കെട്ടിടത്തിൻ്റെ അടിത്തറ ഭംഗിയാവുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയാവും. അടിത്തറ ബലഹീനമായതിനെപ്പറ്റി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. കാറ്റ് വന്നു, മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കെട്ടിടം ബലഹീനമായതിനാൽ ഉരുണ്ടുപോയി. ആ സമയത്ത് പാറപ്പുറത്ത് പണിത കെട്ടിടം ഉറച്ച അടിത്തറ ഉണ്ടായിരുന്നു, ഉറച്ച ഭിത്തി ഉണ്ടായിരുന്നു, മേൽക്കൂരയും ഭംഗിയായിരുന്നു. ഇതെല്ലാം അടിച്ചിട്ട് അത് ഉരുണ്ടുപോയില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ എല്ലാ ഉദ്യമങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം മെച്ചപ്പെട്ട രീതിയിലേക്ക് ആയിക്കൊള്ളും. അപ്പോൾ നമ്മുടെ ഈ നേഴ്സറി സ്കൂള് ഈ ഒരു തലത്തിൽ വളരെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് നടത്തുന്നത്. റിപ്പോർട്ടിൻ്റെ അകത്തും വളരെ നല്ല കാര്യങ്ങൾ ഒത്തിരി നടത്തിയതിനെപ്പറ്റി സൂചന നൽകുകയുണ്ടായി. തുടർന്നും നമ്മുടെ സ്കൂള് എല്ലാവർക്കും ഒരു മാർഗദീപമായിട്ട് നിലകൊള്ളട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. To everyone present here, it's an extremely proud and emotional moment for us all on this very special day, as our school is going to complete one more fantastic year. I like to heartily invite you all school's annual day functions. We have always heard the saying from our elders, school life is the best to make the most of it. Today I can relate to it why the friends we make at the school are said to be nothing less than family. Once again, I wish annual day celebration greetings all of you. Thank you. Thank you, Adina, for inaugurating the function by lighting up the lamp and addressing the gathering. I would like to invite our chief guest, Mr. Santosh sir. നമ്മുടെ ഈ വാർഷിക ആഘോഷ പരിപാടികളുടെ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ആദരണീയനായ റവറൻ ഫാദർ ജോൺ പുതിയാമറ്റം, ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ റവറൻ സിസ്റ്റർ കാതറിൻ പുരിയത്ത്, ഈ നഴ്സറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫി, PTA പ്രസിഡന്റ് ശ്രീ ജോബിൻ ജോസഫ്, ഏറ്റവും ആദരണീയരായ മാതാപിതാക്കളെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഞാനിങ്ങനെ കിടുങ്ങിയിരിക്കുമായിരുന്നു ഇവിടെ. ഈ വിദ്യാലയത്തിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ കേട്ടപ്പോൾ 1 മാസം മുമ്പ് ഞങ്ങളുടെ സ്കൂളിൽ നടന്ന വാർഷിക ആഘോഷ പരിപാടികളുടെ റിപ്പോർട്ടിനെയൊക്കെ കടത്തിവെട്ടുന്ന ഗംഭീരനൊരു റിപ്പോർട്ടാണ് സോഫി സിസ്റ്റർ ഇവിടെ അവതരിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്കിത്തിരി നാണക്കേട് പോലും ഉണ്ടായി കേട്ടോ. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ റിപ്പോർട്ടിനെ അതിശയിപ്പിക്കുന്ന എന്നതല്ല, ഇവിടെ നടന്ന ആക്ടിവിറ്റീസ്, പരിപാടികൾ, പ്രവർത്തനങ്ങൾ, ചടുലമായ ഊർജസ്വലമായ കർമ്മ പരിപാടികൾ ഗംഭീരമായി. കുട്ടികളൊക്കെ ഇങ്ങോട്ട് ഓടി വരുന്നതിന് മറ്റൊന്നല്ല കാരണം. അപ്പൊ ഇപ്പോ അധീന വളരെ മനോഹരമായാണ് ഒരു ഇംഗ്ലീഷ് സ്പീച്ച് ഇവിടെ അവതരിപ്പിച്ചത്. സൂപ്പറായി, ഗംഭീരമായി. ആ തുടക്കത്തിലെ പ്രയർ ഡാൻസ് ഒക്കെ എന്തായിരുന്നു? പ്രൊഫഷണലിസം. ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ വെച്ചുള്ള ഒരു നഴ്സറി സ്കൂളിന്റെ ഡാൻസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വളരെ ഗംഭീരമായ കുരുന്നുകളുടെ ഒരു കലാവിരുന്നുശാലയിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. സദ്യ ഉണ്ണാനായി, സദ്യക്കായി ഉപ്പൊക്കെ ഒരു അരികിലിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനി ബാക്കി ചിട്ടവട്ടങ്ങളൊക്കെ ഇങ്ങ് വരാനിരിക്കുന്നു.
അപ്പൊ ഇവിടെ നിന്ന് ഈ വാചകം അടിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഔദ്യോഗിക കർമ്മത്തിന്റെ ഭാഗമായാണ് നിങ്ങളുടെ 2 വാക്ക് സംസാരിക്കുന്നത്. പറയാതെ പോയാൽ മോശമല്ല. കുറെ നാളുകളായി ഈ വിദ്യാലയത്തിൽ വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ട്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സോഫി സിസ്റ്റർ എൻ്റെ അടുത്ത സുഹൃത്താണ്. അതിലുപരിയായി എൻ്റെ ഇളയ മകനെ നഴ്സറി സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപികയാണ്. അവനിപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോവുക. ഇപ്പൊ 10-11 വർഷങ്ങൾക്ക് മുമ്പ് പൂഞ്ഞാറിനടുത്ത് കുന്നോന്നി എന്ന ഒരു ചെറിയ ഗ്രാമം, അതാണ് എൻ്റെ ദേശം, അവിടുത്തെ ഒരു കൊച്ചു നഴ്സറി സ്കൂളിൽ ഇതുപോലെയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അവിടെ 10-20 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ ഗ്രാമമാണ്, വടകര പോലെ വലിയ ടൗണൊന്നുമല്ല. അപ്പൊ അവിടെ എൻ്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുത്ത അക്ഷരങ്ങളും അവനെ പകർന്നേകിയ അറിവുകളും അവനെ അറിവും നെറിവും തിരിച്ചറിവിനുമുള്ളവനാക്കി KG-യിൽ നിന്ന് 1ലേക്ക് കൈപിടിച്ച് കടത്തിവിട്ട നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങോട്ട് പോന്നപ്പോൾ അവൻ SLC-ക്ക് വേണ്ടി വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, കൂട്ടിക്കൊണ്ട് വന്നേനെ ഞാൻ. സിസ്റ്ററിൻ്റെ ഒരു അനുഗ്രഹം മേടിച്ചിട്ട് 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ അതിന് പകിട്ടിത്തിരി കൂടുതലുണ്ടാവും. കാരണം ഞാൻ വളരെ ബഹുമാനപൂർവ്വം സിസ്റ്ററിനെ കരുതുന്നു, എല്ലാ നഴ്സറി അധ്യാപകരെയും കരുതുന്നു, സിസ്റ്ററിനോടൊപ്പം ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും കരുതുന്നു. കാരണം നിങ്ങളൊക്കെ കൈപിടിച്ച് കുറിപ്പിച്ചു വിട്ട അക്ഷരക്കൂട്ടുകളാണ് തുടർന്ന് ഞങ്ങൾക്കൊക്കെ വലിയ മുതൽക്കൂട്ടുകളായി മാറുന്നത്. ഞങ്ങളുടെ മുതിർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ കുരുന്നുകൾ കടന്നു വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും അവകാശപ്പെട്ടതല്ല, ഒരിക്കലുമല്ല. ഞാൻ ഏറ്റവും ആദരപൂർവ്വം കാണുന്നത് ഈ KG-യിലും നഴ്സറി സ്കൂളിൽ 1, 2, 3, 4 വരെ പഠിപ്പിക്കുന്ന അധ്യാപക ശ്രേഷ്ഠരെയാണ്. കാരണം അവർ കൊടുത്ത അറിവിനപ്പുറത്തൊന്നും കൊടുക്കാൻ ഞങ്ങൾക്കില്ല. അവർ പിടിച്ചു നടത്തിയ വഴികളിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് നയിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യുവാനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും മഹത്തരം. അതുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. സോഫി സിസ്റ്റർ ഞാൻ കാണാറുണ്ട്. പണ്ടൊക്കെ അന്ന് അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ സാധാരണ എനിക്ക് തോന്നുന്നു ഒരു നഴ്സറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഇതിലെ കിടന്ന് ഓടേണ്ടതല്ലേ ഇന്ന്. ആ കൊച്ച് ഇവിടെ കയറിയോ, ഈ കൊച്ച് ഇവിടെ വന്നോ, മറ്റേ കൊച്ച് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞോ, അയ്യോ പാട്ട് ശരിയായോ, മൈക്കുകാരൻ അവിടെ ഉണ്ടോ, ക്യാമറാമാൻ എവിടെ എന്നൊക്കെ പറഞ്ഞ് നാട് നീളെ ഓടേണ്ടതല്ലേ. കൂളായിട്ടിരിക്കുന്നോളൂ. കാരണം സിസ്റ്ററിന് ഉറച്ച ബോധ്യമുണ്ട്, 2 കാര്യങ്ങളിൽ ബോധ്യമുണ്ട്. ഒന്ന്, ഇവിടെ കയറി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ നന്നായി ചെയ്യും. 2, തൻ്റെ സഹപ്രവർത്തകർ എണ്ണയട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്, ഡാൻസ് ടീച്ചർ ഉൾപ്പെടെ. അതുകൊണ്ട് അത് വലിയൊരു ലീഡർഷിപ്പാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് അഭിമാനിക്കാം. വടകര സെയിന്റ് മേരീസ് LP സ്കൂള് ഇത്രയും ഭംഗിയായി ഇത്രയേറെ കുട്ടികളെ, അടുത്ത വർഷം അഡ്മിഷൻ കൂടും കേട്ടോ, കുറച്ചുകൂടെ കുട്ടികൾ വരും. CBSE-ലോട്ടൊക്കെ വേറെ മുതിർന്ന സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തിരിച്ചു വടകരയിലേക്ക് വരും. നന്നാവട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഈ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസമൊക്കെ ഇല്ലായിരുന്നു അല്ലേ? വിശ്വസിച്ച് തന്നെയല്ലേ വിട്ടത്? അപകടം ഉണ്ടാകില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇങ്ങോട്ട് വിട്ടത്? തീർച്ചയായിട്ടും അതെ. ഒരിക്കലും അപകടം ഉണ്ടാവില്ല. അപകടം ഉണ്ടാവില്ലെന്നല്ല, ഈ കുട്ടികൾ മിടുക്കരായി ഇവിടുന്ന് പുറത്തു വരും, മിടുമിടുക്കരായി പുറത്തു വരും. 100%. ഒപ്പം നിങ്ങൾ കൂടെ നിൽക്കണേ. കാരണം ഒരമ്മയുടെ മടിത്തട്ടാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ ബെഞ്ച്. ശരിയാണോ? ഒരമ്മയുടെ മടിത്തട്ടാണ് കുട്ടിയുടെ ആദ്യത്തെ ബെഞ്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ബെഞ്ചേ വന്നിരിക്കുന്നത്. അപ്പൊ മാതാപിതാക്കളാണ് അവരുടെ ആദ്യത്തെ പാഠപുസ്തകം. അതിനപ്പുറത്ത് ഞങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഇച്ചിരിയേ ഉള്ളൂ. ഞങ്ങൾ മാതാപിതാക്കളാണ്. എന്നാലും അധ്യാപകരെന്ന നിലയിൽ ടീച്ചേഴ്സ് ആർ സെക്കൻഡ് പേരൻസ് എന്നല്ലേ പറയുക. രണ്ടാമത്തെ അധ്യാപകര്, രണ്ടാമത്തെ മാതാപിതാക്കളാണ് ഞങ്ങൾ. ആദ്യത്തെ അധ്യാപകർ നിങ്ങളും. അതുകൊണ്ട് കവി പറയുന്നത് മാതാപിതാക്കൾ സൂര്യചന്ദ്രന്മാരാണെന്നാണ്. സൂര്യചന്ദ്രന്മാരാണ് നിങ്ങൾ. ഇത് എവിടെ ഇരിക്കുന്ന എല്ലാവരും. ഒരച്ഛന് അച്ഛന്റെ സ്നേഹത്തിന് വെയിലിന്റെ തീഷ്ണതയാണെങ്കിൽ അമ്മയുടെ സ്നേഹത്തിന് നിലാവിന്റെ കുളിർമയാണെന്നാണ് കവി പറയുന്നത്. ശരിയായിരിക്കും അല്ലേ? അച്ഛൻ ഇത്തിരി തീഷ്ണതയുള്ള സ്നേഹം, അമ്മയ്ക്ക് ഇത്തിരി കുളിർമയുള്ള സ്നേഹം. അപ്പൊ ആ 2 സ്നേഹവും കൂടി ഒരുമിച്ച് വരുമ്പോ കുട്ടി മിടുക്കനാവും.
പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ധൈര്യത്തോടെ കൊണ്ടുവന്ന് വിടുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാരണം നമുക്കിനി കാണാനുള്ള കാര്യങ്ങൾ, ഇവിടെ കാണാനുള്ള കാര്യങ്ങൾ, ഞാനും അതാ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിലും അതാ വലിയൊരു ആഗ്രഹം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം. ഇങ്ങോട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നതിലും അപ്പുറത്ത് ഇവിടെ നടക്കുന്ന കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ, അതിൻ്റെ വൈദഗ്ധ്യം, അതിൻ്റെ ചടുലത, അത് തിരിച്ചറിയുക, മനസ്സിലാക്കുക, നിങ്ങളെ അഭിനന്ദിക്കുക. മാതാപിതാക്കളെയും അധ്യാപകരെയും പ്രിൻസിപ്പളിനെയും ഒക്കെ അഭിനന്ദിക്കുക. നന്നായി വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾ നല്ലവരാവും, ഉറപ്പായും നല്ലവരാവും. ഒരിക്കലും അവർ വഴിതെറ്റിപ്പോവില്ല. നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് 2 കൈകളില്ലേ? ഒരു കൈ കൊണ്ട് ഈശ്വരന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക, മറു കൈ കൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ കൈകളിൽ. ഓക്കെ? അപ്പൊ പ്രാർത്ഥന കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ കുട്ടിയോട്. അത് രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മിടുക്കരാവും, നല്ലവരാവും, നന്നാവും. നമ്മുടെ ഭാവിയില് പൗരന്മാരായി, നമ്മുടെ രാഷ്ട്രത്തിന് വലിയ സ്വത്തായി, മുതൽക്കൂട്ടായി അവർ മാറും. അതുകൊണ്ടാണ് കവി പാടുക, ബാല്യം എനിക്ക് തിരിച്ചു തരുവോർക്ക് മൂല്യമായി സർവ്വതും തരുവേൻ ഞാൻ. കാരണം ഇതുപോലൊരു ബാല്യം അത് നമ്മൾക്ക് നഷ്ടസ്വപ്നമല്ലേ. പണ്ട് കാലത്തെ ആ ഒരു ബാല്യം, ഇതുപോലെയൊക്കെയുള്ള അന്ന് സിസ്റ്റർമാരും ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എന്നാ കളി കളിച്ചതിനെ സ്റ്റേജിൽ കയറി, സത്യമല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ പിൻതലമുറക്കാർ നമ്മൾക്ക് വലിയ സ്നേഹവും സന്തോഷവും നൽകാനായി ഇവിടെ ഇങ്ങനെ അരങ്ങ് നിറഞ്ഞാടുന്നത്. അവരെ കണ്ട് നമുക്ക് ആസ്വദിക്കാം. അത് നമ്മുടെ നഷ്ടസ്വപ്നങ്ങളെ സുവർണ സ്വപ്നങ്ങളാക്കി മാറ്റട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഓക്കെ, ഇത് പറഞ്ഞു പോയപ്പോൾ ഒരു കാര്യം മറന്നു. ഉദ്ഘാടനമാണ് എനിക്ക് കിട്ടിയ കർത്തവ്യം. അതുകൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി നിങ്ങളുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട മദറിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും ഏറ്റവും ബഹുമാന്യരായ മാതാപിതാക്കളുടെയും ഒക്കെ അനുവാദത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളു. വചനവിത്തു വിതയ്ക്കാൻ, നൂറുമേനി വിളയാൻ, വയലു തേടി വരവാൻ വിതക്കാരനായ ദൈവം മലിന മനസ്സുമായി മഹിയിലലയുവോർക്കാ കർത്താവു കാരുണ്യമോടെ സുവിശേഷ സന്ദേശമേകി. വചനവിത്തു വിതയ്ക്കാൻ, നൂറുമേനി വിളയാൻ, വയലു തേടി വരവാൻ വിതക്കാരനായ ദൈവം. വിതച്ച നേരം വഴിയിൽ വീണവ പറവകൾ തിന്നു
വീണവയോ നിറപറ കതിരായി. വചനവിത്തു വിതയ്ക്കാൻ നൂറുമേനി വിളയാൻ വയലു തേടി വരവാൻ വിതക്കാരനായ ദൈവം. വിത്തുകളെത്ര വിതച്ചാലും സ്വപ്നങ്ങളെത്ര കൊതിച്ചാലും നല്ല നിലത്തു വിതച്ചാലേ നന്മ വിളഞ്ഞിടൂ. വിത്തുകളെത്ര വിതച്ചാലും സ്വപ്നങ്ങളെത്ര കൊതിച്ചാലും നല്ല നിലത്തു വിതച്ചാലേ നന്മ വിളഞ്ഞിടൂ. വിത്തത് 10 ഗുണമുള്ളതാണ്, വിത്തുവചനത്തിൻ സ്വർണമുത്താണ്. വിത്തുപാകാൻ ഹൃത്തടങ്ങൾ ഉഴുതൊരുക്കണമെന്നാളും. വിത്തുകളെത്ര വിതച്ചാലും സ്വപ്നങ്ങളെത്ര കൊതിച്ചാലും നല്ല നിലത്തു വിതച്ചാലേ നന്മ വിളഞ്ഞിടൂ. വചനം നീളെ വിതച്ചു നീങ്ങാൻ മനസ്സിൻ അലസത വെടിയാൻ ഹൃദയം പളുങ്കു പാവനമാകാൻ പരിപാവനനെ വണങ്ങാൻ ദയജലമായി ശ്രമവളമായി വയലിൽ വിതരണമാദ്യം പുണ്യഫലം തരുമുടയോ അന്ത്യവിധിക്കു വരുമ്പോ. വചനവിത്തു വിതയ്ക്കാൻ നൂറുമേനി വിളയാൻ വയലു തേടി വരവായി വിതക്കാരനായ ദൈവം. മലിന മനസ്സുമായി മഹിയിലലയുവോർത്താൽ കർത്താവു കാരുണ്യമോടെ സുവിശേഷ സന്ദേശമേകി. വചനവിത്തു വിതയ്ക്കാൻ നൂറുമേനി വിളയാൻ വയലു തേടി വരവാൻ വിതക്കാരനായ ദൈവം. സ്നേഹബഹുമാനപ്പെട്ട സ്വീകരിച്ച ബഹുമാനപ്പെട്ട സന്തോഷ് സാർ, പ്രിയപ്പെട്ട സിസ്റ്റർ സോബി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുമേ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ നാം ഏറ്റവും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും നാം മനസ്സിൽ താലോലിക്കുന്നതുമായ ഒരു കാലഘട്ടമാണല്ലോ നമ്മുടെ ബാല്യം. ഈ കാലഘട്ടത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കും ഇല്ല, വളരെ സ്പോണ്ടേനിയസാണ്, പേടിയില്ല. ഏത് സംശയങ്ങളും എപ്പോൾ മനസ്സിൽ തോന്നിയാലും അപ്പോഴെല്ലാം അത് അന്നേരം ചോദിക്കും. ജിജ്ഞാസയുടെ എല്ലാം അറിയാൻ ആഗ്രഹമുള്ള ഒരു കാലം. ഇങ്ങനെയുള്ള ഈ കാലത്ത് കുട്ടികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അവരുടെ അമ്മയെയും അവരുടെ ടീച്ചറിനെയുമാണ്. ടീച്ചറും അമ്മയും പറയുന്നത്
വേദവാക്യമാണ് അവർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു മനസ്സിലേക്ക് എന്ത് പറഞ്ഞാലും സ്വീകരിക്കും അവർ. കുഞ്ഞു മനസ്സിൽ മറ്റൊന്നുമില്ല. അപ്പോൾ ആ ഒരു പ്രായമാണ് ഈ LKG UKG കാലഘട്ടം. നമുക്ക് സാറും അച്ഛനും ഒക്കെ പറഞ്ഞതുപോലെ ജീവിതത്തിന് അടിത്തറയിടുന്ന കാലഘട്ടമാണത്. ഇപ്പോൾ ഇവിടെ ഡാൻസ് കളിച്ച കുഞ്ഞുങ്ങൾ ആ പാട്ടിൻ്റെ അകത്തൂടെ നമ്മളോട് സന്ദേശം പറഞ്ഞ ഇതാണ്: നല്ല നിലത്ത് വിതയ്ക്കുന്ന വിത്ത് മാത്രമേ ഫലം ചൂടുകയുള്ളൂ. ഈ നല്ല നിലം ഒരുക്കുന്ന വേദിയാണ് ഈ നഴ്സറി സ്കൂള്. മാതാപിതാക്കൾക്ക് ഇതിലൊന്നാം സ്ഥാനമുണ്ട്. മാതാപിതാക്കളെ കണ്ട് പാല് കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾ, അവരിലൂടെയാണ് എല്ലാ നന്മകളും ആ കുഞ്ഞിലേക്ക് കൈമാറുന്നു. ഈയിടെ ഒരു സ്ഥലത്ത് വായിച്ച ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു സ്ഥലത്ത് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ 10 കുട്ടികളെ അഭിനന്ദിക്കാൻ വേണ്ടി ഒരു സ്കൂളിൽ അഭിനന്ദന യോഗം നടത്തി. അവിടെ ഈ കുട്ടികളെ ആദരിക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നത് മറ്റൊരു വലിയ പേരുകേട്ട സ്കൂളിലെ പ്രിൻസിപ്പലിനെയായിരുന്നു. കുട്ടികളെ ഓരോരുത്തരെയായി വിളിച്ചു. അവരെ ഓരോരുത്തരും വന്നു. എല്ലാവരും തന്നെ പ്രഗത്ഭരായ വ്യക്തികളുടെ മക്കളായിരുന്നു, വലിയ വലിയ ആൾക്കാരുടെ. എന്നാൽ 10ാമത്തെ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു. അവൻ സ്റ്റേജിൽ കയറി സ്റ്റേജിലെ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരെയോ നോക്കുന്നുണ്ട്. അവനവൻ്റെ അമ്മയാണ് നോക്കിയത്. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അവനൊരു നിവേദനം വെച്ചു: ഈ സമ്മാനം എനിക്ക് എൻ്റെ അമ്മയിലൂടെ തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശരി, അവർ സമ്മതിച്ചു. അമ്മ സ്റ്റേജിലേക്ക് അമ്മയെ വിളിച്ചു. അമ്മ ഒരു സാധാരണക്കാരി, മോശമെങ്കിലും വൃത്തിയായ വസ്ത്രം ധരിച്ച് ആ സ്ത്രീ കയറി വന്നു. അപ്പോൾ ഈ കുട്ടി പറയുകയാണ്: ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. അമ്മ പപ്പടം ഉണ്ടാക്കി വിൽക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ ചെറിയ ക്ലാസ്സുകളിലൊന്നും അധികം പഠിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിക്കും. അമ്മ ഞാൻ ഉറങ്ങുന്നത് വരെ അമ്മ അടുത്തിരുന്ന് പപ്പടം ഉണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്നെ തലോടും. അങ്ങനെ വളർന്നു മുന്നോട്ട് പോയപ്പോൾ ഞാൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഞാൻ തോറ്റാലും അമ്മ എന്നെ വഴക്ക് പറയല, അമ്മ എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ വളർന്ന് അമ്മയുടെ ഈ സ്നേഹത്തണലിൽ ആ മകൻ പഠിച്ചു. അവധി ദിവസങ്ങളിൽ അവനും പപ്പടം വയ്ക്കാൻ പോകും. അങ്ങനെ ദാരിദ്ര്യത്തിൽ വളർന്ന കുട്ടി വലിയ മാർക്ക് വാങ്ങിച്ചു. അതുകൊണ്ട് എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയുടെയും വളർച്ചയുടെയും നിദാനം. അതുകൊണ്ട് എൻ്റെ അമ്മ ഈ സമ്മാനം എനിക്ക് തരണം. അങ്ങനെ ഈ അമ്മയുടെ കയ്യിലേക്ക് സമ്മാനം കൊടുത്ത് ഈ കുട്ടിയെ ആദരിച്ചു. അപ്പോൾ ഈ സമ്മാനം കൊടുത്ത സാറ് പറഞ്ഞു: ഞാൻ എന്നെ ഓർത്ത് ലജ്ജിക്കുകയാണ്. കാരണം ഈ അമ്മ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സ്കൂളിൽ ഈ മകന് വേണ്ടി അഡ്മിഷന് വേണ്ടി വന്നതാണ്. ഇതൊരു വലിയ പേരുകെട്ട സ്കൂളാണ്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയെ അധിക്ഷേപിച്ച് പറഞ്ഞു വിട്ടു: പപ്പടം വിൽക്കുന്നവരൊന്നും പഠിക്കുന്ന സ്കൂളല്ലിത്, അത് വേറെ എവിടെയെങ്കിലും പോയി നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ വിട്ടിരുന്നു. അങ്ങനെ അധിക്ഷേപിച്ച് പറഞ്ഞ് വിട്ട ഈ കുട്ടി ഇന്ന് ഇത്രയും മിടുക്കനായി.
അതുകൊണ്ട് ഈ സാറ് പറഞ്ഞു, ഞാൻ ഈ കുട്ടിയുടെ തുടർന്നുള്ള എല്ലാ പഠനവും, മുഴുവൻ പഠനവും എൻ്റെ ചെലവ് ഞാൻ വഹിക്കും. മാത്രവുമല്ല ഒരു വീട് ഞാൻ ഇവർക്ക് പണിത് കൊടുക്കും. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിക്ക് സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ഇത്ര വലിയ ബഹുമാനവും മതിപ്പും ആ കുഞ്ഞു മനസ്സിൽ രൂപപ്പെട്ടത് ഈ അമ്മയുടെ വാത്സല്യവും അമ്മയുടെ സ്നേഹവും അമ്മയുടെ കരുതലും കൊണ്ട് മാത്രമാണ്. അത് മറ്റാർക്കും പഠിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ വളരെ വിലപ്പെട്ടവരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇപ്പം നല്ല നിലം ഒരുക്കുന്നതിൽ നിങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ നിലം ഈ നഴ്സറി മുതൽ ആരംഭിക്കുകയാണ്. 1 മുതൽ 5 വരെയുള്ള പ്രായത്തിലാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തിൻ്റെ നല്ല ശതമാനം രൂപപ്പെടുന്നത്. പിന്നീട് സാറ് പറഞ്ഞ പോലെ അതിന്മേലാണ് പണിയപ്പെടുന്നത്. അതുകൊണ്ട് അടിത്തറ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മാതാപിതാക്കൾ ഈ കാര്യത്തിൽ വളരെ പ്രാധാന്യമറിയിക്കും. അതിനുശേഷം രണ്ടാമത് നിൽക്കുന്നു നഴ്സറി മുതലുള്ള അധ്യാപകർ. അവർ കളി, ചിരി, മേളാങ്കം, ക്ലാസ്സുകൾ, അക്ഷര അഭ്യാസം, സ്നേഹവാത്സല്യങ്ങൾ, ഇതിലെല്ലാം കൂടി ഒരു സാമൂഹിക ജീവിയായി ഈ കുഞ്ഞിനെ വളർത്തുക. വീട്ടിൽ 1 കുട്ടിയോ 2 കുട്ടിയോ മാത്രമായി ജീവിച്ച കുഞ്ഞ് ഒരു സമൂഹ ജീവിയായിട്ട് വളരുവാൻ കൂടുതലായിട്ട് പരിശീലിപ്പിക്കുന്നത് നഴ്സറിയിൽ വരുമ്പോഴാണ്. വീട്ടിലേക്കാൾ ഉപരി നഴ്സറിയിലാണ് അവർക്കതിനുള്ള അന്തരീക്ഷം കിട്ടുന്നത്. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള കൊച്ചു ക്ലാസ്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വളർത്തുന്നതിൽ ഇങ്ങനെയാണ് ഒരു കുഞ്ഞിൻ്റെ സമഗ്രമായ വ്യക്തിത്വ രൂപീകരണത്തിന് അടിത്തറ ഇടപെടുക. പിന്നീട് ഒരിക്കലും അത് മനസ്സിൽ നിന്ന് പോവുകയില്ല. അപ്പോൾ ഒരിക്കൽ പ്രധാനമന്ത്രി നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി എന്താണെന്ന് മനസ്സിലാക്കാം. എന്നുവെച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്തെ സന്തോഷവും അല്ലെങ്കിൽ വിഷാദം, അല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ തളർച്ച, ഇതൊക്കെ നോക്കിയാൽ ഈ കുഞ്ഞ് ആരായിത്തീരും. ഈ കുഞ്ഞിൻ്റെ ഇങ്ങനെയുള്ള അനേകം കുഞ്ഞുങ്ങളാണ് ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു ദേശത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സാറ് പറഞ്ഞ പോലെ വലിയ ക്ലാസ്സുകളിലെ അധ്യാപകരെക്കാൾ കൂടുതൽ പ്രാധാന്യം നഴ്സറി സ്കൂളിനുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സേവനം ചെയ്യുന്ന ഈ സെൻറ്റ് മേരീസ് നഴ്സറി സ്കൂൾ വളരെ വിലപ്പെട്ട ഒരു സേവനമാണ് ചെയ്യുന്നത്. സിസ്റ്റർ സോബിയുടെ നേതൃത്വത്തിൽ മറ്റ് നല്ലവരായ അധ്യാപകർ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അധികമാണ്. സിസ്റ്റർ സോബി എന്ന് വെച്ചാൽ ഭയങ്കര കലാകാരിയാണ്. സിസ്റ്റർ സോബി എന്ത് തൊട്ടാലും അതൊരു കലയായി മാറും. ഇവിടെ പള്ളിയിലാണേലും എല്ലാം കലാപരമാക്കി തീർക്കുന്നത് സിസ്റ്റർ സോബിയാണ്. അതുകൊണ്ട് വളരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാനും വളരാനുമൊക്കെയുള്ള സാധ്യതകൾ സിസ്റ്റർ സോബി ഇവിടെ പ്രദാനം ചെയ്യുന്നുണ്ട്. മറ്റധ്യാപകരും അതുപോലെ തന്നെ സഹകരിച്ച് ഒരു ഒറ്റക്കെട്ടായിട്ട് ഇവർ മുന്നോട്ട് നീങ്ങിയാണ്. ഇന്ന് ഈ സ്കൂൾ ദിനത്തിൽ ഈ സ്കൂളിൻ്റെ എല്ലാവിധ പുരോഗതിക്കും നിദാനമായി ദൈവത്തിന് നന്ദി പറയുകയും 46 വർഷങ്ങൾ ഈ നഴ്സറി സ്കൂളിനെ നയിച്ച ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പുള്ള നല്ലവരായ അധ്യാപകരെ നന്ദിയോടെ ഓർക്കുകയും ഇപ്പോൾ ഈ സ്കൂളിനെ വിദഗ്ധമായും ഭംഗിയായി നയിച്ചുകൊണ്ട് പോകുന്ന സോബിയെയും സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുകയും ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ നന്മകളും ജീവിത വിജയവും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു.
അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരിവാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ, എത്ര ദൂരത്തിലാണോ പച്ചക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചുകുഴിയും ഇഷ്കിന്റെ നെക്കുവിളക്കിൻ വെളിച്ചമാണുള്ളിരുട്ടറയിൽ. ആ കണ്ണിന്റെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ കൽവിൻ മരുപ്പറമ്പിൽ. प्रणवालय पाहि परिपालय परमेशी, कमलालय श्रीदेवी कुरिपिंचवे करुणाम्बुरासी. धीं तारा धीं धीं तारा जतुलतो विनोदिनी भुवन पालिनी वे अनाथ रक्षणनी विधि कादटे मोरविनी चेरवटे.
నా ఆలోచనే నిరంతరం నీకు నివాళినివ్వాలని నాలో ఆవేదనే నువ్వు ఆదరించేలా నివేదనవ్వాలని దేహమునే కోవెలగా నిన్ను కొలువుంచా జీవముతో భావముతో సేవలు చేసా ప్రతి ఋతువు ప్రతి కృతువు నీవని ఎంచా సతతము నీ స్మరణే ధీం తానా ధీం ధీం తానా జతులతో ప్రాణమే నాట్యం చేసే గతులతో నామశతం మూల నతులతో నా పైన నీ చూపు ఆపేలా శరణంటినే జనని నాద వినోదిని భువన పాలినివే అనాథ రక్షణ నీ విధి కాదటే మొరవిని చేరవటే తాళి సెట్టుమ సెట్టుమ సా అచ్చని కొచ్చని కొచ్చని ఎత్తిం సెట్టుమ సెట్టుమ సా అత్తిలి ఇత్తిలి పరంగి తాళి సెట్టుమ సెట్టుమ సా అచ్చని కొచ్చని కొచ్చని ఎత్తిం సెట్టుమ సెట్టుమ సా കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി പുഞ്ചിരി കണ്ട് കൊതിച്ച് നാക്കിൽ വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കറുമ്പൻ
ചിരിക്കാരി എൻ മായാവാണി യവന സുന്ദരി തോൽക്കും എൻ വാഴ്വിൻ ദേവി വലത്തിളങ്ങണ കയ്യിൽ കൈ ചേർത്തേ നിന്നെ വരസുമംഗലിയാക്കി ഞാൻ കൊണ്ടേ പോകും പടകൂട്ടി വന്നോട്ടെ ഉടവാത്തല തൻ ചൂടാലേ നിന്നെ ഞാൻ കാക്കൂലേ പൊന്മണി കൊത്തിയ പല്ലക്കിൽ മുന്നിലണഞ്ഞ നിലാവല്ലേ കല്ല് പതിച്ചൊരു കോലാരിൻ പൊന്നല്ലേ കണ്ണല്ലേ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം കേരളമെന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ ഭാരതം ഭാസുരം കേരളം സുന്ദരം തലമുറ തലമുറ താലോലിക്കും ദേശീയ
ദേശീയതയുടെ ഗീതം തലമുറ തലമുറ കാലോലിക്കും ദേശീയതയുടെ ഗീതം ഇത് ദേശീയതയുടെ ഗീതം ഭാരതം ഭാരതം പാവന സുരഭില ദേശം കേരളം കേരളം സിരകളിലുയരാം നാദം സ്നേഹമൂർത്തി വളർത്തിടുന്നൊരു സിന്ധുഗംഗാ സമതലം പ്രാണനിൽ സമഭാവദർശനമേകിടും ശുഭഭാരതം കേരകരുനിരനടനമാടും ശ്യാമസുന്ദര ഭൂതലം സഹ്യസാനുവിലഴകുമായി കണിയേകിടുന്നൊരു കേരളം പാവനം പരിപാവനം പ്രണവോജ്വലം ഋഷിഭാരതം സുന്ദരം അതിസുന്ദരം കളിയാടുമീശ്വര കേരളം ഭാരതം ഭാരതം പാവന സുരഭില ദേശം കേരളം കേരളം സിരകളിലുയരാം നാദം ചിരപുരാതന മൂല്യസംഹിത പരിലസിക്കും ഭൂതലം വേദചാരുത ലോകവേദിയിലരുളിടും യുഗഭാരതം നിലയിലഴകുകൾ അലവിടർത്തും നവ്യഭൂമിക കേരളം കഥകളി തിരുവരങ്ങിനലയൊലിക്കേളികൊട്ടും കേരളം ഭാസുരം അതിഭാസുരം സുരദേശമീ ഋഷിഭാരതം ശ്രീജയം അതിശുഭകരം സ്വരപൂരമീ ശുഭകേരളം ഭാരതം ഭാരതം പാവന സുരഭില ദേശം കേരളം കേരളം സിരകളിലുയരാം നാദം ഭാരതം ഭാസുരം കേരളം സുന്ദരം തലമുറ തലമുറ താലോലിക്കും ദേശീയതയുടെ ഗീതം തലമുറ തലമുറ കാലോലിക്കും ദേശീയതയുടെ ഗീതം ഇത് ദേശീയതയുടെ